സന്തോഷം സമാധാനം. ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. മാധ്യമോ മയക്കുമരുന്നോ മതമോ രാഷ്ട്രീയമോ, മാധ്യമോ മയക്കുമരുന്നോ മതമോ രാഷ്ട്രീയമോ, എവിടെ എവിടെ സംതൃപ്തി, എവിടെ 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 സംതൃപ്തി, എവിടെ? ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ലക്ഷ്യമെന്തെന്നറിയാതെ ഉഴലും സോദരരെ, ലക്ഷ്യമെന്തെന്നറിയാതെ ഉഴലും സോദരരെ, യൗവനകാലത്തു സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക. യൗവനകാലത്തു സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ. ഇതിലൂടെ ദേശവാസികളായ എല്ലാവരെയും ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. ഇവിടെ പാടിയതുപോലെ ഈ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ബദ്യമോ മയക്കുമരുന്നോ ഈ കാര്യങ്ങൾക്കൊന്നും മനുഷ്യന് സന്തോഷം തരുവാൻ കഴിയില്ല എന്നാണ് ഈ പാട്ടിലൂടെ നമ്മൾ കേൾക്കുവാനായിട്ടിടയായത്. മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം, സ്വസ്ഥത, സന്തോഷം. ഇതെല്ലാം ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നു. കുടുംബത്തിൽ അസമാധാനവും അസന്തോഷവും അസ്വസ്ഥതയും ഉണ്ടാകുവാൻ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് നാം ലോകത്തിലേക്ക്, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ മനുഷ്യന് എല്ലാവിധമായ സൗകര്യങ്ങളും കഴിഞ്ഞ പതിറ്റാണ്ടുകളേക്കാൾ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മനുഷ്യൻ അസ്വസ്ഥനാണ്. മനുഷ്യന് ജീവിതത്തിൽ സമാധാനമില്ല. നല്ല വീടുകളുണ്ട്, പക്ഷേ അവിടെ സമാധാനത്തോടെ ജീവിപ്പാനായിട്ട് കഴിയുന്നില്ല. നല്ല വില കൂടിയ കിടക്കകളുണ്ട്, പക്ഷെ അതിൽ കിടന്നാൽ മനുഷ്യന് ഉറക്കം വരുന്നില്ല. ആഹാരം ഏത് വേണമെങ്കിലും എന്തു വേണമെങ്കിലും വാങ്ങിക്കുവാനും കഴിക്കുവാനും ഒക്കെയുള്ള പണം മനുഷ്യന്റെ കയ്യിലുണ്ട്, പക്ഷേ മനുഷ്യന് സമാധാനത്തോടെ ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കുവാനായിട്ട് കഴിയുന്നില്ല. കഴിഞ്ഞ ചില പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്രയും ജീവിത സൗകര്യങ്ങളൊന്നും നമുക്കില്ലായിരുന്നു. ഓലപ്പുരയും അതിനുശേഷം ഓടിട്ട വീടും ഷീറ്റിട്ട വീടും ഒക്കെ ആയിരുന്നു. നമുക്കറിയാം, സിമന്റ് തറ പോലുമില്ലാതെ ചാണകം മെടിയ തറയിൽ നമുക്ക് ലഭ്യമായി.
ഇന്ന് മനുഷ്യന് നടക്കേണ്ടതായ ആവശ്യമില്ല. ഒരു വീട്ടിൽ തന്നെ 2ഉം 3ഉം ബൈക്കും കാറുകളും, ഓരോരുത്തർക്കും വീട്ടിലുള്ള ഓരോരുത്തർക്കും ഓരോ വാഹനം ഉണ്ട്. ആ നിലയിൽ വലിയ പുരോഗതി നാം കൈവരിച്ചിരിക്കുക. അത് മാത്രമല്ല, പണ്ടൊക്കെ നേരെ നോക്കി നമ്മൾ ആഹാരം കഴിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യന് ആഹാരം വേണ്ടാത്ത കുഴപ്പമേ ഉള്ളൂ. ആഹാരം ഏതു വേണമെങ്കിലും അവൻ ഇഷ്ടപ്പെടുന്ന ആഹാരം വാങ്ങിക്കുവാനും ഉണ്ടാക്കുവാനും കഴിക്കുവാനും ഒക്കെയുള്ള ഭൗതിക സൗകര്യം മനുഷ്യനുണ്ടായി. ഞാനീ പറഞ്ഞു വന്നത്, കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നമ്മൾ ഞെരുക്കങ്ങൾ, ഭാരങ്ങൾ എല്ലാം അനുഭവിച്ചിരുന്നവരാണ്. നല്ല വീടില്ലാതെ, വാഹനങ്ങളില്ലാതെ, ആഹാരം ശരിക്ക് കഴിക്കുവാനില്ലാതെ, പട്ടിണിയിലും വേദനയിലും അസന്തോഷത്തിലും ഒക്കെ കഴിഞ്ഞുകൂടിയ ഒരു പൂർവകാല ചരിത്രം നമുക്കൊക്കെ ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ സഹായം കൊണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആ അവസ്ഥകളെല്ലാം മാറി. എല്ലാത്തിനും വ്യത്യാസം വന്നു. എല്ലാ ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെട്ടു. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം മെച്ചപ്പെട്ടു എന്ന് നാം പറയുമ്പോഴും പണ്ട് ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്തുണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക. അതെന്താണ്? ഈ ജീവിത സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമുക്കുണ്ടായിരുന്നത് കുടുംബത്തിൽ സന്തോഷമായിരുന്നു, സമാധാനമായിരുന്നു, സ്വസ്ഥതയായിരുന്നു. ഇന്ന് മക്കൾ 1, 2 ഒക്കെ ഉള്ളൂ. എന്നാൽ പഴയ കാലത്ത് 5, 6, 7, 8 മക്കളൊക്കെ ഓരോ ഭവനങ്ങളിലും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും ഇത്രയും തലമുറകളൊക്കെ ഭവനത്തിലുണ്ടെങ്കിലും അവിടെ ഒരു അസ്വസ്ഥതയോ അവശബ്ദങ്ങളോ ഇല്ല. പട്ടിണിയാണെങ്കിലും ജീവിത സൗകര്യങ്ങൾ കുറവാണെങ്കിലും എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ, സമാധാനത്തോടെ